ചെയ്യുക. സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു 42 സെക്കൻഡ് പാട്ട് റീൽസ് പാടാൻ 1000 രൂപ വേണം. ആ 1000 രൂപ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നോലും സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ഞാൻ പോയി പാടാൻ റെഡിയാണ് കേട്ടോ. നിങ്ങൾ പറയും എന്തൊക്കെയുണ്ട് വർത്താനം, എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും നമ്മുടെ ബിസ്മി വ്ലോഗ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളോട് കുറച്ച് കൊച്ചു വർത്തമാനം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 2 ദിവസം മുന്നേ ഞാനൊരു പാട്ട് പാടിയിരുന്നു. സ്റ്റുഡിയോയിൽ പോയിട്ടാണ് ഞാൻ ആ പാട്ട് പാടിയിട്ടുള്ളത്. ഒരു 2 വരി 4 വരിയുള്ളൂ. ആകെ 42 സെക്കൻഡോ 42 സെക്കൻഡ് ആകെ അത്രയേ ഉള്ളൂ. അതേ പാടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനൊരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. നല്ല കമൻറ്റ് കുറേ വന്നിട്ടുണ്ട്. അത് ഞാൻ മസ്ജിദുൽ ഹറമിൻ്റെ പടിവാതിലിൽ ഞാൻ ഒരു ദിവസം പോകും എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ സ്റ്റുഡിയോയിൽ പോയി പാടുമ്പോൾ വീട്ടിൽ നമ്മളിങ്ങനെ പാടും പോലെയല്ലല്ലോ, അതിന് നല്ല പൈസയൊക്കെ വേണം. ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു പാട്ടൊക്കെ പാടുന്നത്. ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പാടാൻ. അപ്പോൾ എൻ്റെ ആഗ്രഹം അള്ളാഹു സാധിച്ചു തന്നതാണ് കേട്ടോ. കാരണം നമ്മളെപ്പോലത്തെ പാവപ്പെട്ട ആൾക്കാർക്ക് പറഞ്ഞതല്ല സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അതിന് ഒരുപാട് പൈസ മുടക്കുണ്ട്. അപ്പോൾ നമ്മളെപ്പോലെ പാവങ്ങളൊന്നും സ്റ്റുഡിയോയിൽ പോയി പാടില്ല. അപ്പോൾ കുറേ ആൾക്കാരുണ്ട്, ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ, ഒരുപാട് പാട്ടുകാരുണ്ടല്ലേ. അപ്പോൾ ഉള്ള പാട്ടൊന്ന് നന്നാക്കി എടുത്തിട്ട് നമുക്ക് ഒന്ന് ക്ലിയർ ആയിട്ട് നമ്മളെ സൗണ്ടിനൊക്കെ ഒരു ക്ലാരിറ്റി കൂടിയിട്ട്, അപ്പോൾ ശരിക്കും പാട്ടുകാരൊക്കെ അങ്ങനെയാണല്ലോ, സ്റ്റുഡിയോയിൽ പോയിട്ടാണല്ലോ പാടുന്നത്. അപ്പോൾ ഒരു ക്ലാരിറ്റി കൂടും, നല്ലൊരു സൂപ്പറായിട്ട് വീഡിയോ എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മളെ ഈ പൊട്ട ഫോണിൽ വീഡിയോ എടുക്കും പോലെയൊന്നും അല്ല. അപ്പോൾ എനിക്ക് അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് എന്താ പറയുക, ഒരു പ്രവാസി കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഒരുപാട് മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുന്ന ഒരു ഗ്രൂപ്പാണ് കേട്ടോ, വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ആ ഗ്രൂപ്പിൽ. അങ്ങനെ ഞങ്ങൾ ആ ഗ്രൂപ്പിലൊരു ദിവസം ഞാനിങ്ങനെ പറഞ്ഞിനി, പിന്നെ എനിക്ക് ഇങ്ങനെ സ്റ്റുഡിയോയിൽ പോയി പാടാനൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഇതുവരെ അങ്ങനത്തെ ആ ആഗ്രഹമൊന്നും നടന്നിട്ടില്ല, ഭയങ്കര ആഗ്രഹമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ പാട്ടിനെ പ്രോത്സാഹിപ്പിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാരല്ല, എല്ലാവരും അതിലുള്ള അഡ്മിൻസ് എല്ലാവരും പാട്ടിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള കാര്യത്തിൽ എല്ലാവരും സഹായിക്കണയും ഒക്കെ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ അതിലുള്ളൊരു അഡ്മിന് പിന്നെ എന്താ പറയുക, സ്റ്റുഡിയോയിൽ പോയി ഒരു പാട്ട് പാടിക്കോ, അതിൻ്റെ അതെന്താ വെച്ചാൽ ഞാൻ കൊടുത്തോണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ കിട്ടിയ അവസരത്തിൽ എന്ത് ചെയ്തു, നല്ലൊരു പാട്ടും പറഞ്ഞു തന്നു കേട്ടോ. സെലക്ട് ചെയ്തതൊക്കെ അവർ തന്നെയായിരുന്നു. അങ്ങനെ നാസറാക്കാന്ന് പറയും. ഒക്കെ പ്രവാസികളാണ്, ഗൾഫിലാണ് എല്ലാവരും. പ്രവാസി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മിക്കവാറും ഗൾഫിലാണ്. നാട്ടിലുള്ളവരും അതിലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ പാട്ട് പാടേണ്ടി വന്നത്. അതിലൊരു കമൻ്റ് ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെയുള്ള ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. കാരണം ഞാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കിപ്പോൾ വേണമെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ, കൊച്ചു ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ ഇടയിൽ നമുക്ക് ഇപ്പോൾ കുറഞ്ഞ പൈസയാണെങ്കിലും ഇപ്പോൾ ഞാൻ നിങ്ങളോട് തുറന്ന് പറയാണ്. അപ്പോൾ ഒരു 42 സെക്കൻഡ് നമ്മൾ വീഡിയോ എടുക്കുക, നമ്മൾ പാട്ട് പാടുക, അതിന് ഒരു 10,000 രൂപ ചിലവ് വരും. അപ്പോൾ നമ്മളല്ല ഈ ചെറിയ പ്രയാസങ്ങളുടെ ഇടയിൽ നമുക്കത് അത്രയും പൈസ എന്ന് പറയുന്നത് വലിയ പൈസയാണ്. അപ്പോൾ ഞാനങ്ങനെ ധൂർത്തടിക്കണേ, അങ്ങനെ പൈസയൊക്കെ കളയണ ഒരാളാണെങ്കിൽ എനിക്ക് എന്നോ സ്റ്റുഡിയോയിൽ പോയി പാടാമായിരുന്നു. എൻ്റെ പ്രയാസം കൊണ്ട്, ബുദ്ധിമുട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ പോവാതിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കുറേ ബാഡ് കമൻറ്റുകളുണ്ട്. ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്, പിന്നെ ഇൻസ്റ്റയിലും വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ആ കമൻറ്റൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞു. കാരണം അതിലൊരുപാട് നല്ല കമൻറ്റുകൾ ഉണ്ടായിരുന്നു. നിങ്ങളെ ആഗ്രഹം സാധിക്കട്ടെ, പടച്ചോന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾക്ക് അവിടെ പോയി പരിശുദ്ധ ഹറമിൽ പോയിട്ട് അവിടെ പോയി നിങ്ങളെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ എന്നൊക്കെ ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു. പാട്ട് നന്നായിട്ടുണ്ട്, സൂപ്പറാണ്, അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. നല്ല കമൻറ്റിൻ്റെ ഇടയിൽ അങ്ങനത്തെ ബടക്ക് കെട്ട കമൻറ്റ് വേണ്ട വിചാരിച്ചിട്ട് ഞാനത് ഡിലീറ്റാക്കി കളയാണ് ചെയ്തിട്ടുള്ളത്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഈ കമൻറ്റൊക്കെ കാണുമ്പോൾ. അപ്പോൾ നിങ്ങളോട് എനിക്ക് തുറന്ന് സംസാരിക്കണം തോന്നി. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ
ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. ഞാനിങ്ങനെ ഒരു ഗാനമേള ട്രൂപ്പിൽ പാടാൻ പോകുന്നുണ്ട്. സ്വരലയ എന്നാണ് ആ ഗാനമേള ട്രൂപ്പിൻ്റെ പേര്. അതിൽ ഞങ്ങൾക്ക് ഇടയ്ക്കൊക്കെ പ്രോഗ്രാം കിട്ടലുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഒരു മ്യൂസിക് ഡയറക്ഷൻ മാജിദ് കൂരാടുണ്ട്. അയാൾക്ക് പ്രോഗ്രാംസൊക്കെ കിട്ടുമ്പോൾ അയാളുടെ കൂടെ ഞാൻ ഗാനമേളയ്ക്ക് പാട്ട് പാടാൻ പോവാറുണ്ട്. അതുപോലെ കരുവാരകുണ്ടിലൊരു ടീമുണ്ട്, അവരുടെ കൂടെ പോവാറുണ്ട്. ചന്തക്കുന്ന് ഗാനമേള ട്രൂപ്പിൻ്റെ കൂടെ പോവാറുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ കൂട്ടിന് പോരൽ എൻ്റെ ഹസ്ബൻഡാണ്. അങ്ങനെ പാട്ടൊക്കെ ഉണ്ടാകുമ്പോൾ മാപ്പിളപ്പാട്ട് പാടും, സിനിമാ പാട്ടൊക്കെ പാടും. അപ്പോൾ അത് ഞാൻ ഒരുപാട് പാട്ട് പഠിച്ചിട്ടോ പാട്ടറിഞ്ഞിട്ടോ ഒന്നുമല്ല. അവർ വിളിക്കുമ്പോൾ 3-4 പാട്ട് അവരെ കൂടെ പാടും, 2-3 ഡ്യൂറ്റ് സോങ്ങൊക്കെ പാടും. അങ്ങനെ നമ്മുടെ പ്രയാസം കൊണ്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ചില ആൾക്കാർ അത് മറ്റുള്ള രീതിയിലാണ് കാണുന്നത്. ഞാനിപ്പോൾ അങ്കണവാടിയിൽ വർക്ക് ചെയ്യാണ്. പിന്നെ ചില ആൾക്കാർ മറ്റുള്ള രീതിയിലാണ് കാണുന്നത്. അവൾ പാടി നടക്കുകയാണ്, അങ്ങനെ നടക്കുകയാണ്, ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ മക്കൾ ഇവിടെ ഉണ്ടായപ്പോൾ എൻ്റെ മോളൂനെ പോലെ ഇവിടെ അല്ല, മോളും ഉണ്ടായിരുന്നെന്ന് ഞാൻ മോളൂനും കൊണ്ടാണ് പോയിരുന്നത് പ്രോഗ്രാമിന്. മോളും പോരും, കുഞ്ഞാണിയാക്കിയും പോരും. ഞങ്ങൾ 3 ആളും കൂടെയാണ് പോവുക. ഇപ്പം മോളും ഇല്ല, അപ്പം ഞാനും കുഞ്ഞാണിയാക്കിയാണ് പ്രോഗ്രാമിന് പോവുക. പിന്നെ അവിടെ ഇവിടെയും അതുപോലെ എന്തെങ്കിലും ഉദ്ഘാടനം, അതുപോലെ എന്തെങ്കിലും ഗ്രാമോത്സവം, അതുപോലെ ഒക്കെ എന്നെ പാടാൻ വിളിക്കാറുണ്ട്. അപ്പം 3-4 പാട്ടൊക്കെ പാടും. എന്നെ ഒറ്റയ്ക്ക് അങ്ങനെ വിളിക്കാറുണ്ട്, അങ്ങനെ പാടാറുണ്ട്. പിന്നെ മിക്കവാറും ഗാനമേള ഉണ്ടായിട്ടുണ്ട്. മാജിദ് കൂരാടൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഗാനമേള ഉണ്ടാവാറുണ്ട്, പരിപാടിക്ക് പോവാറുണ്ട്. മൂപ്പരെ കൂടെ വേറെ ലേഡീസ് ഉണ്ടാവും, ഞാനും ഉണ്ടാവും, മൂപ്പരും വേറെ 2 ആൾക്കാരൊക്കെ ഉണ്ടാവാറുണ്ട്, അങ്ങനെ പോവാറുണ്ട്. അപ്പോൾ ഇതൊന്നും പാട്ടറിഞ്ഞിട്ടല്ല, അവരെന്നെ വിളിക്കുമ്പോൾ ഞാൻ സന്തോഷത്തോടു കൂടി പോവുക, അറിയണ പാട്ടൊക്കെ പാടുക, അത്രയേ ഉള്ളൂ. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഞാനിങ്ങനെ പാട്ട് പാടാൻ പോകുക എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു അഹങ്കാരിയായിട്ട് എല്ലാവർക്കും തോന്നുന്നുണ്ടാകും. അപ്പോൾ നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസപ്പെടുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല. ഇപ്പോൾ പിന്നെ എത്ര ആളൊരു വീട്ടിൽ ജോലി ചെയ്താലും നമുക്ക് നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് പൈസക്കുള്ള പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നെപ്പോലുള്ള സ്ത്രീകളൊക്കെ ഇതുപോലുള്ള ഓരോരോ പാട്ടിനൊക്കെ പോകണം. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു, സ്റ്റേജിൽ കയറാനും പാട്ട് പാടാനൊക്കെ ഒരുപാട് മടിയായിരുന്നു. ഇപ്പം ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ കിട്ടുമ്പോൾ ഞാൻ പോകാറുണ്ട്. കാരണം നമ്മളെ പ്രയാസം കൊണ്ടാണ്. അപ്പോൾ ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ, കളിയാക്കുന്ന ആൾക്കാർ എന്നാ പറയാണ്, നീ ഇന്ന് അതിനൊന്നും പോകണ്ട, നിനക്ക് ആവശ്യത്തിനുള്ള പൈസ ഞാൻ തരാമെന്ന് പറയുകയാണെങ്കിൽ സന്തോഷത്തോടു കൂടി ഞാൻ പോകില്ല, ഞാൻ അവിടെ വീട്ടിലിരിക്കും. കാരണം എനിക്ക് ഭയങ്കര മടിയാണ്. നമ്മളെ നിവൃത്തികേടുകൊണ്ടാണ് നമ്മൾ പോണത്, ഇങ്ങനെയുള്ള പരിപാടിക്ക് പോണത് കേട്ടോ. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഈ പാട്ട് നിങ്ങൾ താത്ത മുഴുവനും പാടുമെന്ന് ചോദിച്ചൊരു നല്ല കമൻറ്റ് കണ്ടു. അപ്പോൾ മുഴുവനും പാടണമെങ്കിൽ ഒരുപാട് പൈസ വേണം, അപ്പോൾ ഈ ഒരു പാട്ട് കണ്ടിട്ട് പിന്നെ ആരാന്ന് എനിക്കറിയില്ല, എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് ചോദിച്ചു, നമുക്കൊരു പുതിയൊരു പാട്ടുണ്ട്, ആ പാട്ട് പാടാൻ താത്തങ്ങൾ പാടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പാടാമെന്ന് പറഞ്ഞു, പുതിയ പാട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ പറഞ്ഞത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളത്, പാട്ട് സ്റ്റുഡിയോയിൽ ഒരുപാട് ക്യാഷ് വേണം, 18,000 രൂപയ്ക്ക് വേണം ഒരു പാട്ട് ഇറങ്ങണമെങ്കിൽ, അപ്പോൾ അതിൻ്റെ പൈസ നിങ്ങൾ എടുക്കുമോ എന്ന് എന്നോട് ചോദിച്ചു. സത്യം പറയുകയാണെങ്കിൽ ഒരു 42 സെക്കൻഡ് റീൽസ് എടുക്കാൻ വരെ നമ്മളെ അടുത്ത് ബഡ്ജറ്റില്ല. അത് തന്നെ നമുക്ക് മറ്റുള്ളവർ തന്നതാണ്. അതിലിടയ്ക്ക് ഇത്രയും ആയിരങ്ങൾ മുടക്കി അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ ക്യാഷ് തന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു പാട്ടുകാരി ആവണ്ട, പിന്നെ എനിക്കിങ്ങോട്ട് ക്യാഷൊന്നും വേണ്ട, ഞാൻ പാടാൻ എനിക്ക് സമ്മതമാണ്, തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പിന്നെ നിങ്ങളടുത്ത് എന്താ പണ്ടൊന്നും പണയം വെക്കാനില്ലേന്ന് ചോദിച്ചു. പണ്ടൊന്നും പണയം വെക്കാനില്ലേന്ന്. പണ്ടം പണയം വെച്ചിട്ട് ഞാൻ പാട്ട് പാടാം. അപ്പോൾ അങ്ങനത്ര വലിയൊരു ആഗ്രഹമൊന്നും എനിക്കില്ല. നമ്മളെ കയ്യിലുള്ള പണ്ടം പണയം വെച്ചുകൊണ്ട് നമ്മൾ പിന്നെ അവരെ പുതിയ പാട്ടാണ്, ലഹരിനെ കുറിച്ചിട്ട് എന്തോ പാട്ടാ തോന്നുന്നുണ്ട്, അതിലെന്താ ആൽബവും പാട്ടും ഒക്കെ പാടെ ഇറക്കാനാണെന്നാണ് തോന്നുന്നത്. അതിൽ ഞാൻ അവരോട് തുറന്നു പറഞ്ഞു, എനിക്ക് പറ്റില്ല, പിന്നെ എൻ്റെ അടുത്ത് ക്യാഷ് ഇറക്കിയിട്ട് പാട്ട് പാടാൻ എനിക്ക് പറ്റില്ല, പാട്ട് ഞാൻ പാടിത്തരാം, എന്നെ കണ്ട് കഴിയും പോലെ, എനിക്ക് നിങ്ങൾ വിചാരിച്ച പോലെ പാടാൻ പറ്റുമെന്നൊന്നും അറിയില്ല, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പാടിത്തരാം, പക്ഷേ പൈസ ഇറക്കിയിട്ട് പാടാൻ ഒന്നും അതിനുള്ള ബഡ്ജറ്റൊന്നും എൻ്റെ എത്തില്ല എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ഞാൻ വിളിക്കട്ടോ എന്ന് പറഞ്ഞ് വെച്ചതാണ്, പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഒരുപാട് നല്ല നല്ല കമൻറ്റുകൾ ഉണ്ടെന്ന് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ആ പാട്ടിൽ എന്താ പറയുക, മസ്ജിദുൽ ഹറമിൻ്റെ പടിവാതിലിൽ ഞാനുള്ള പാട്ട്, ആ പാട്ടിൽ പറയുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അങ്ങോട്ട് പോകാൻ. അള്ളാഹു നമുക്കെല്ലാവർക്കും അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഉള്ളവർക്ക് അള്ളാഹു അതൊക്കെ സാധിച്ചു തരട്ടെ. എല്ലാവർക്കും ഉണ്ടാവില്ല ആഗ്രഹം. സത്യം പറഞ്ഞാൽ എനിക്ക് അവർ പിന്നെ ആ പാട്ട് അയച്ചു തന്നപ്പോൾ എനിക്ക് സത്യത്തിൽ ഞാൻ ആ പാട്ട് പാടിയപ്പോൾ എനിക്ക് സങ്കടം വന്നു പോയി, ഞാൻ കരഞ്ഞു പോയി. ആ പാട്ട് ശരിക്കും നമ്മൾ ചിത്ര ചേച്ചിയാണ് ആ പാട്ട് പാടുന്നത്. ആ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ഞാൻ കരഞ്ഞു പോയി, എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ആ പാട്ട് കേട്ട് പഠിക്കുമ്പോഴൊക്കെ എനിക്ക് സങ്കടം വരികയാണ്. കാരണം നമ്മളെ പോലത്തെ പാവങ്ങൾക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലമാണ് മസ്ജിദുൽ ഹറം എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്കൊക്കെ അവിടെ എത്തിപ്പെടണമെങ്കിൽ എന്താ പറയുക, ഒരുപാട് ബഡ്ജറ്റും കാര്യങ്ങളും പൈസയൊക്കെ വേണം. അപ്പോൾ നമുക്കൊക്കെ എന്താ പറയുക, അതിൻ്റെയൊക്കെ ഒരു പ്രയാസങ്ങളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്നോളം ആഗ്രഹമുണ്ട് അവിടെ പോകാനും കാണാനും ഒക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിനും പിന്നെ ആ ബാഡ് കമൻ്റ് ഉള്ളവർ എന്തൊക്കെയാണ് പറഞ്ഞു വരിക എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ഞാൻ. പിന്നെ ഞാനിങ്ങനെ ക്യാമറൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും പിന്നെ ഒരു കാര്യം, പിന്നെ വീട് പണിനെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. വീട് പണി കഴിഞ്ഞിട്ടില്ല. വീട് പണി നമ്മൾ പഞ്ചായത്തിൻ്റെ ലൈഫിൻ്റെ വീട്, പിന്നെ അത് കുറേ ആയിട്ട് കമൻറ്റ്, താത്താങ്ങൾ വീട്ടിൽ കുടിയിരുന്നോ ചോദിക്കുന്നുണ്ട്. വീട് കുടിയിരുന്നിട്ടില്ല, പഞ്ചായത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് വർക്കും കൂടി ഉണ്ട്. നമ്മുടെ വീടിൻ്റെ അടി നേരാക്കാനുണ്ട്, ജനൽപ്പൊളി വെക്കാനുണ്ട്, അടുക്കള അതിൻ്റെ പണി തീർന്നിട്ടില്ല. അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞാൽ വീട് കുടിയിരിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പുതിയ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഷെഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ പുതിയ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 2 റൂമും ഹാളും സിറ്റ് ഔട്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ മുന്നിലും ബേക്കിലും വാതിലൊക്കെ വെച്ചിട്ട് അടച്ചുറപ്പുണ്ട്. അതിൽ നമുക്ക് കാറ്റോ മഴയൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക. ഷെഡിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറിക്കൂടാ. അൽഹംദുലില്ലാ, അതും ഇല്ലാത്തവരുണ്ടല്ലോ അല്ലേ. അപ്പോൾ അത് നമ്മളൊരു ഭാഗ്യമാണല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ നല്ല നല്ല കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. ബാഡ് കമൻറ്റ്, പിന്നെ ഒരു ബാഡ് കമൻറ്റ് ഉണ്ട് കേട്ടോ, വളരെ മോശമായിട്ടുള്ള ബാഡ് കമൻറ്റാണ്. അതിന് ഞാനൊരു റിപ്ലൈയും കൊടുക്കണില്ല. അയാൾ ബാഡ് കമൻറ്റ് ഇട്ട് അയാൾ ബാഡായി പോട്ടെ. അങ്ങനെ ഒരു കമൻറ്റ് കണ്ടു, താത്തങ്ങൾ അതിനൊന്ന് റിപ്ലൈ കൊടുക്കണ്ട, അവന് ബാഡ് കമൻറ്റ് ഇട്ട് അവൻ തന്നെ ബാഡായി പോയിക്കോളുന്ന അങ്ങനെ ഒരു കമൻറ്റ് കണ്ടു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ കൂട്ടുകാർ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇനി ആർക്കെങ്കിലും നമുക്ക് പിന്നെ പാട്ട് പാടാൻ, പിന്നെ സ്റ്റുഡിയോയിൽ പോകാൻ നമുക്ക് ആർക്കെങ്കിലും ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ സ്പോൺസർ ചെയ്യുക. സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു 42 സെക്കൻഡ് പാട്ട് റീൽസ് പാടാൻ 1000 രൂപ വേണം. ആ 1000 രൂപ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നോല് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ഞാൻ പോയി പാടാൻ റെഡിയാണ് കേട്ടോ. നിങ്ങൾ പറയുന്ന പാട്ട് പഠിച്ച് ഞാൻ പാടാനും തയ്യാറാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു അഹങ്കാരമാണെന്ന് തോന്നരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്താൽ എനിക്ക് പോയി പാട്ട് പാടാമല്ലോ സ്റ്റുഡിയോയിൽ. അപ്പോൾ നമ്മുടെ മസ്ജിദുൽ ഹറമിൻ്റെ പടിവാതിലിൽ ഞാൻ ഒരു ദിവസം പോകുന്നുള്ളതിൻ്റെ പാട്ട് നമ്മുടെ ബിസ്മി വ്ളോഗ് ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും പോയി കാണുക. 2-3 ദിവസമായിട്ടുള്ളൂ അത് പോസ്റ്റ് ചെയ്തിട്ട് കേട്ടോ. ആകെ 42 സെക്കൻഡ് ഉള്ളൂ. അപ്പോൾ ആ പാട്ട് കണ്ടിട്ടില്ലെങ്കിൽ ബിസ്മി വ്ളോഗ് അടിച്ച് കൊടുത്തിട്ട് വീഡിയോസ് ഷോർട്സ് ഉണ്ടാകും. ആ ഷോർട്സിൻ്റെ അവിടെ അടിച്ച് നോക്കുമ്പോൾ താഴത്തേക്ക് നോക്കുമ്പോൾ നമ്മളെ പാട്ട് അതിൽ കാണും. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണും കേട്ടോ. എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വരുന്നതിൽ എല്ലാ മുത്തുമണികൾക്കും ടാറ്റാ.